ഹലോ, അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി വെക്കുന്നത് നമ്മുടെ ഒരു ഇൻഡോർ പ്ലാന്റ് പോട്ടാണ്. അപ്പം വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ട ചിരട്ടയാണ്. ഈ ചിരട്ട ഇത് കണ്ടോ, നമ്മൾ തേങ്ങ ചിരക്കി എടുത്ത ശേഷം ഈ പശ കൊണ്ട് ഒട്ടിച്ചതാണത്. അതിൻ്റെ പേര് ഫ്ലെക്സ് ക്വിക്ക് എന്നാണ്. കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും, പെട്ടെന്ന് ഒട്ടും. പിന്നെ വേണ്ടത് ഒരു തടി കഷ്ണം. നമ്മൾ 2 ചിരട്ട എടുക്കുന്നുണ്ട്. 2 ചിരട്ട വെക്കാൻ പാകത്തിനുള്ള തടി കഷ്ണം, പിന്നെ ഫെവിക്കോൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പശ, ഫ്ലെക്സ് ക്വിക്ക്. ഇത് കടകൾക്ക് കിട്ടും, നിങ്ങൾ അന്വേഷിച്ചാൽ മതി. പെട്ടെന്ന് ഒട്ടും. ഇത് പല പ്രതലത്തിലും ഇത് ഒട്ടാൻ സഹായകമാണ്. നമ്മൾ നേരത്തെ എടുത്ത ആ തേങ്ങ ചിരകിയെടുത്ത ആ ചിരട്ട നമ്മൾ ഒട്ടിച്ചല്ലോ, അതിന്റെ മോൾ ഭാഗം നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് അതൊന്ന് പൊങ്ങി നിൽക്കുന്ന ചെറിയ നാരുകളൊക്കെ ഒന്ന് പിടിച്ച് കളയണം. കണ്ടില്ലേ? ഇതുപോലെ നന്ന നീറ്റായിട്ട് എടുക്കണം. അപ്പം നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലും കാണുമല്ലോ ചിരട്ടയും തടി, ഒരു ചെറിയ തടി കഷ്ണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ സ്റ്റാൻഡ് ഉണ്ട്, നിങ്ങൾ അതെടുത്താലും മതി. അപ്പോൾ അത് ഇതുപോലെയാണ് ഞാൻ അത് വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ അടിയിൽ ഞാൻ ഫെവിക്കോള് കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ മീതെ ഇത് വെക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് അഥവാ അത് ഉറപ്പ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആണി വെച്ച് ചെറുതായിട്ട് ചെറിയ ആണി ചിരട്ടയ്ക്കുള്ളിലൂടെ വെച്ച് അടിച്ച് ഉറപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച് ആ ഫ്ലെക്സ് ക്വിക്ക് വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പം ഇതേ ജസ്റ്റ് ഇതേ ഒരു ഒരല്പം ഒന്ന് ചെരിച്ച് വെക്കുക. കണ്ടോ? ഇതുപോലെ. എന്നിട്ട് അത് ഉണങ്ങാൻ നല്ല സമയം വേണ്ടി വരും. അപ്പം ഇത് രണ്ടും ഫെവിക്കോള് വെച്ച് ഒട്ടിച്ച ശേഷം ഏകദേശം 1-1.5 മണിക്കൂറോളം അനക്കാതെ വെക്കുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെ വെച്ചപ്പോൾ ഒട്ടിയായിരുന്നു. നമ്മൾ ഇൻഡോർ വെക്കാനല്ലേ, അപ്പം വലിയ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് വിലക്കുറവ് തോന്നുവാണെങ്കിൽ ആണി ഉറപ്പിച്ചും ചെറിയ ആണി ഉണ്ടല്ലോ അത് വെച്ചിട്ടും അടിച്ച് ഉറപ്പിക്കാവുന്നതാണ്. കണ്ടോ? ഇത് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണിത് എടുത്തത്. കണ്ടില്ലേ? ഇത് ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോ ഞാൻ ഒരു വെളിച്ചെണ്ണ കൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലേസിങ് വരാൻ വേണ്ടിയിട്ട് അതൊന്ന് തുടച്ചെടുക്കുകയാണ്. ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ വീട്ടിലുള്ള സാധനങ്ങളാണ്, പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഫെവിക്കോളൊക്കെ മിക്കവാറും വീടുകളിൽ കാണുമല്ലോ. അല്ലെങ്കിൽ ചെറിയ ആണി ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഉറപ്പിച്ച് നിർത്താൻ പറ്റും. ഇത് ഇതുപോലെ അത് ഫുള്ള് ഞാൻ അടിച്ചു. കണ്ടില്ലേ? വെളിച്ചെണ്ണ ജസ്റ്റ് ചെറിയൊരു ഗ്ലേസിങ് വരാൻ വേണ്ടി മാത്രം വെളിച്ചെണ്ണ കൊണ്ടൊന്ന് തുടച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. കണ്ടോ? 2 ചിരട്ടയ്ക്കകത്ത് ഞാൻ മണ്ണ് ഇടുകയാണ്. ഞാൻ അതിനകത്ത് മണി പ്ലാന്റ് ആണ് നടാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ? അപ്പം ജസ്റ്റ് ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക. മണി പ്ലാന്റ് നല്ല ഭംഗിയായിരിക്കും വീടിനകത്തൊക്കെ വെച്ചാൽ, അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുണ്ടാക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ പുറത്തൊന്നും അധികം മേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ഭംഗിയായിട്ട് അത് ഇരിക്കുകയും ചെയ്യും. TV സ്റ്റാൻഡിൻ്റെ അവിടെയോ അല്ലെങ്കിൽ നമ്മുടെ ഈവൻ ഡൈനിങ് ടേബിളിൻ്റെ മീതെ തന്നെ ഇതങ്ങ് ഒതുങ്ങിയിരുന്നോളും, അല്ലേ? ഇപ്പം മണ്ണൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൽ വെക്കണമെന്നില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിന് ഉപയോഗിച്ചേക്കുന്ന മണ്ണ് ഏതാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മണി പ്ലാന്റിൻ്റെ ഇത് കാണിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്കത് വെക്കാം.
അപ്പോൾ ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. ബൈ ബൈ.